हुए കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നുള്ള സംശയത്തിൽ വിളികേട്ട് ഇറങ്ങി പുറപ്പെടാത്തവരായിരിക്കും നിങ്ങൾ. शायद आप ऐसे होंगे जो बुलाहट को सुन लिए हैं परंतु कैसे बातें होगी इस बात को सोचकर आप उसके आज्ञाकारी नहीं। നിങ്ങൾ സംശയിക്കേണ്ട, ധൈര്യപ്പെടുക. आपको शंका करने की जरूरत नहीं। വിളിക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. जो बुलाता है वो आपके लिए सब कुछ योजना कर बुला रहा है। അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. उसने कहा है पहले उसके राज्य और धर्म की खोज करो तो उसके साथ ये सब दिया जाएगा। 33 വർഷത്തിൽ ഈ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അബദ്ധമായി പോയി എന്ന് എനിക്ക് പറയാൻ ഇടവന്നിട്ടില്ല. पिछले 33 साल के मेरे अनुभव को मैं देखूं तो मैं यही कहूंगा कि मुझसे कोई गलती नहीं हुई। പിടിയുള്ളവരെ ധൈര്യമായിട്ട് വേലയ്ക്ക് ഇറങ്ങുക. तो इसलिए बुलावा को जिन्होंने पाया है हिम्मत के साथ सेवा करें। കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഇനിയും വേലക്കാരെ ആവശ്യമുണ്ട്. परमेश्वर के दाख की बारी में और भी सेवकों की आवश्यकता है। അവിടുന്ന് വിളിക്കുന്നവനാണ്, वो बुलाने वाला। ഈ വീട്ടുടയവന്റെ രണ്ടാമത്തെ പ്രത്യേകത, ये स्वामी की दूसरी योग्यता, അവിടുന്ന് കൃപാലുവാണ്. वो दयालु है। അങ്ങനെ കൃപാലുവാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. वैसा लिख के नहीं रखा है। നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ എണ്ണി നോക്കിയാൽ हमारे यहाँ पर बुलाए जाने के बारे में देखा जाए 5 പ്രാവശ്യം വിളിക്കുന്നതായി കാണുന്നു. 5 बार बुलाने की बात कही गई। വേദപുസ്തകത്തിന്റെ സംഖ്യയുടെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ धर्मशास्त्र बाइबल के संख्या के उन अंकों के जोड़ को देखकर 5 കൃപയെ സൂചിപ്പിക്കുന്നു. 5 जो है वो अनुग्रह को। അപ്പോൾ അവിടുന്ന് 5 പ്രാവശ്യം വിളിച്ചു എന്ന് പറഞ്ഞാൽ 5 बार बुलाया। इस बात को देखें, വിളിക്കപ്പെട്ടവരോടുള്ള അവിടുത്തെ കൃപയാണ്. वहां पर जो बुलाए गए हैं उनके प्रति परमेश्वर का अनुग्रह। നമ്മുടെ ദൈവം വിളിക്കുന്നവൻ മാത്രമല്ല, അവിടുത്തെ കൃപാലുവാണ്. हमारा परमेश्वर बुलाने वाला ही नहीं परंतु अनुग्रहकारी है। നമ്മെ രക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. हमारा उद्धार जो है वो परमेश्वर के अनुग्रह के द्वारा। മുന്തിരിത്തോട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് അവിടുത്തെ കൃപയാണ്. दाख की बारी में हमें उसके अनुग्रह के द्वारा लाया। നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. हमें स्थिर करने वाला वो परमेश्वर का अनुग्रह है। നമ്മെ ആരാധനയ്ക്ക് സഹായിക്കുന്നത് അവിടുത്തെ കൃപയാണ്. हमारी आराधना में सहायता जो करता है वो उसका अनुग्रह है। നമ്മളെ ശിക്ഷിച്ച് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കൃപയാണ്. हमारे को अनुशासन करते हुए हमें पवित्र करने वाला वो उसका अनुग्रह है। ഒടുവിൽ തേജസ്കരിക്കാൻ പോകുന്നതും അവിടുത്തെ കൃപയാണ്. अंत में महिमा में स्थान में खड़ा करने के लिए जो कर रहा है वो भी उसके अनुग्रह के। നമ്മുടെ ദൈവം അത്ര കൃപാലുവാണ്. वो हमारा परमेश्वर कितना अनुग्रहकारी ഞാൻ है। ഹോസ്പിറ്റലിൽ വിട്ടപ്പോ अस्पताल से जब मेरी छुट्टी, ഏറ്റവും ഒടുവിൽ പോയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറഞ്ഞു, अंत में जिस अस्पताल में भर्ती था वहां के डॉक्टरों ने कहा സൂക്ഷിക്കണം, ബ്ലീഡിംഗ് ഇനി വരാൻ വയ്യെന്നില്ലെന്ന് പറഞ്ഞു. ध्यान देना, ऐसा नहीं है कि अब आपका रक्त बहाव नहीं हो गया। അത് ഞാൻ ഞങ്ങളുടെ എൽഡേഴ്സിനോട് പറഞ്ഞിട്ടില്ല. मैं अपने प्राचीनों से इस बात को नहीं कहा। ഒരു പക്ഷേ പറഞ്ഞാൽ എന്നെ എങ്ങും വിടാതെ വന്നാലോ, ഇനിയിപ്പോ പരസ്യമായിട്ടൊക്കെ പറഞ്ഞു പോയി. अभी तक तो मैं बोला नहीं, अब मैंने खुलेआम बोल दिया। अगर बोल दूंगा तो शायद मुझे ना छोड़े, इसलिए मैं नहीं बोला। ഈ വാക്ക് എന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഹൃദയം നിറഞ്ഞ് പറയട്ടെ കൃപ കൃപ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുത്തി വെക്കുന്നത്. जब इस बातों को जब मैंने सुन लिया है तो एक एक कदम जब मैं रखता हूँ अनुग्रह 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 कहते हुए मैं अपने कदमों को आगे रखता हूँ। സക്രിയ പ്രവചനത്തിൽ അങ്ങനെ ഒരു സംഭവം വായിക്കുന്നുണ്ട്. जकरिया नबी के पुस्तक में इस प्रकार की घटना को हम കൃപ കൃപ എന്ന ആർത്തുകൊണ്ട് അവർ ആണിക്കല്ല് കഴിക്കുമെന്ന് വായിക്കുന്നു. वहां पर लिखा है कि अनुग्रह 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 कहते हुए उन्होंने कीले ठोके। എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓരോ ദിവസവും ജീവിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളതാണ് കൃപ കൃപ കൃപ, ദൈവത്തിന്റെ കൃപ. मेरे प्यारों, एक एक दिन जब हम जीवन को बिता रहे हैं तो मुझे और आपको यही कहने को है अनुग्रह अनुग्रह अनुग्रह, परमेश्वर का अनुग्रह। അവിടുന്ന് കൃപാലുവാണ്. वह अनुग्रहकारी। മൂന്നാമത് വീട്ടുടയവനെ സംബന്ധിച്ച് तीसरी बात जो इस घर के स्वामी के विषय അതിന്റെ 15ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. उसके 15वीं आयत में हम पढ़ते हैं, കൂലി കൊടുത്തപ്പോൾ പുറപ്പെടുത്ത ചില വേലക്കാരോട് പറയുന്നതാണ്, वहां पर जब उसने मजदूरी दी तो कुछ लोगों ने कुड़कुड़ाया, ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കഴിയുന്നു. क्या मेरे भले होने के कारण तू बुरी दृष्टि से देखता है। സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, नीति वचन में हम ऐसा पढ़ते हैं, കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. बुरी दृष्टि रखने वाले की रोटी ना खाना। ചില സന്ദർഭങ്ങളിൽ നമുക്കൊക്കെ തിന്നേണ്ടി വരുന്നുമുണ്ട്. परंतु कभी कभी हमें खाना भी पड़ रहा है। ഇവിടെ എന്താ പറയുന്നത്? यहाँ क्या कह रहा है, ഞാൻ നല്ലവനാകൊണ്ട്, क्योंकि मैं भला हूँ। വീട്ടുടയവന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ്, यहाँ पर घर के स्वामी की तीसरी विशेषता
विशेषता അവൻ है നല്ലവനാണ്. वो भला है। ഇന്ന് രാവിലെ ഈ മൈക്ക് കയ്യിലേക്ക് തന്നാൽ अगर मैं इस माइक्रोफोन आपके हाथ में ഇവിടെ ഇരിക്കുന്ന ഓരോ യുവാവും യുവതിയും यहाँ पर बैठे एक एक युवक और ഓരോ युवती മാതാവും പിതാവും हर एक माता और पिता കർത്താവിന്റെ വേലക്കാരും परमेश्वर के दास ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി പറയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. एक साथ सर उठाकर इस बात को ഈ कहेंगे ദൈവം എനിക്ക് നല്ലവനാണ്. क्या परमेश्वर मेरे लिए ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. हालेलुया, परमेश्वर की स्तुति അവിടുന്ന് നല്ലവനാണ്. वो भला है। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ പിന്നിട്ട പാതകൾ നാം തിരിഞ്ഞു നോക്കിയാൽ पिछले समयों के बातों को अगर हम मुड़कर देख लें നമുക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയും. लिखने वाले के साथ हम मिलकर ऐसा कहेंगे യഹോവ നല്ലവനും നന്മ ചെയ്യുന്നവനും ക്ഷമിക്കുന്നവനുമാണ്. यहोवा भला करने वाला, अच्छा करने वाला और क्षमा करने वाला है। ഞാൻ ആ ഭാഗം വിടട്ടെ. उस भाग को मैं छोड़ അടുത്ത വേലക്കാരിലേക്ക് നമുക്ക് വരാം. हम मजदूरों की ओर आए। വേലക്കാരെ സംബന്ധിച്ച് മൂന്നാമത് പറഞ്ഞിരിക്കുക. मजदूरों के बारे में यहाँ पर लिखा ഒന്ന് हुआ है। മുന്തിരിത്തോട്ടം, एक सबसे पहली बात हमने विचार किया आपकी बात है। അതിന്റെ ഉടമസ്ഥനായ വീട്ടുടയവൻ, उसके बाद हमने देखा उस घर का स्वामी जो बाली का मालिक है, മൂന്നാമത് വിളിച്ചാക്കപ്പെട്ട വേലക്കാരൻ. और तीसरा जो है हम यहाँ पर मजदूरों के ഈ बारे में വേലക്കാരെ സംബന്ധിച്ച് ഞാൻ മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കാനാണ്. मजदूरों के बारे में भी तीन बातों को स्मरण दिलाना चाहता हूं। അതിലൊന്ന് അവരെ മൂന്നാം വാക്യത്തിലുണ്ട്. सबसे पहली बात तीसरी आयत में है മറ്റു ചിലർ ചന്തയിൽ വിലക്കെട്ട് നിൽക്കുന്നത് കണ്ടു. कुछ लोगों को बाजार में बेकार खड़े देखा। ഇവരെ സംബന്ധിച്ച് ഒന്നാമത് ഓർപ്പിക്കാനുള്ളത് सबसे पहली बात जो स्मरण दिलाने को है ഇവർ ചന്തയിൽ നിന്നവരാണ്. ये लोग बाजार के लोग ഈ ചന്ത എന്ന് പറയുന്നത് ये बाजार शब्द जो है, ഒരളവിൽ പറഞ്ഞാൽ അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ये बाजार अनदेखा करने वाली, अनदेखी करने वाली जगह। ഭോപ്പാലിലെ ചന്തയെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. भोपाल के बाजार के बारे में मुझे नहीं मालूम। ഞങ്ങളുടെ കോട്ടയത്തെ ചന്തയൊക്കെ അറിയാം. कॉटन के बाजार के बारे में मुझे അവിടെ मालूम। പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് എളുപ്പമെനിക്ക് പോന്നേക്കാം. वहां पर जाकर सामान खरीदे और जल्दी आ जाए। അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല. वहां पर ज्यादा देर खड़ा रहना अच्छा नहीं है। അങ്ങനെ നിന്നാൽ अगर वैसे खड़े रहे ഡിക്ഷണറി തപ്പിയാൽ പോലും അർത്ഥം കിട്ടാത്ത വാക്കുകളാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. वहां पर ऐसे शब्द हमें मिलेंगे जो हमें डिक्शनरी में भी प्राप्त नहीं होती। ആരും ചന്തക്കകത്ത് താമസിക്കാറില്ല. बाजार के अंदर कोई रहता नहीं। സരോവരന്റെ പിയോ ഏതാ, ചന്ത പിയോ എന്നാലും പറയാറില്ല. आपका पोस्ट ऑफिस कौन सा है पूछने से कोई नहीं कहेगा मेरा पोस्ट ऑफिस बाजार की है। ഒരളവിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. कुछ अनदेखा किए गए जगह। എന്നാൽ ഇന്ന് രാത്രി ഇന്ന് പകലിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. और आज दिन प्रभु की स्तुति करो। അവഗണിക്കപ്പെടുന്നവരെ ആദരിച്ച വലിയവനായ ദൈവം. जो अनदेखे किए गए उनका प्रभु ने आदर किया। പ്രിയപ്പെട്ടവരെല്ലാം അവഗണിക്കപ്പെട്ടവരായിരുന്നു. यारो हम अनदेखे में अनदेखे थे। 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ നാം വായിക്കുന്നത് പോലെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ पहला വായിക്കുന്നത് कोरिन्थियों पहला अध्याय उसकी आखिरी आयत में ऐसे पढ़ते हैं നാം ദോഷന്മാരായിരുന്നു, हम लोग मूर्ख थे, നാം ഏതുമില്ലാത്തവരായിരുന്നു, हम कुछ भी नहीं थे, നാം നികൃഷ്ടരായിരുന്നു, हम निकृष्ट थे, നാം ഗുണഹീനരായിരുന്നു. हम बहुत नीच जाते थे। അങ്ങനെയുള്ള നമ്മെ അവൻ ആദരിച്ചു എന്നുള്ളതും ഓർത്ത് നോക്കിക്കാൻ പ്രിയപ്പെട്ടവരെ. हम जो वैसे थे हमारा उसने आदर किया उसे जरा आप നിങ്ങൾ स्मरण। ആരും പറയാതിരിക്കാമെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. अगर आप किसी को ना बताएं तो मैं एक रहस्य ഞാൻ ഈ बताऊं। നാട്ടുപുറങ്ങളിലൊക്കെ ചെന്ന് मैं ये अंदर के इलाकों में सब जाता ഓരോരോ വീടുകളിൽ താമസിക്കും. कुछ कुछ घरों में रहता हूँ। ചെന്നാൽ അവർ പറയും ബ്രദറിന്റെ മുറി ഇതാന്ന് പറയും. वो कहेंगे जब वहाँ पहुँचता हूँ तो वो कहते हैं ये भाई आपका कमरा ये है, ബ്രദറിന്റെ ബെഡ് ഇതാണ്. आपका बिस्तर भी है, എന്നിട്ട് കുറെ സാധനങ്ങൾ തരും. और फिर कुछ चीजों को देते हैं। ഇതെല്ലാം ബ്രദറിന്റെ ഇതാന്ന് പറയും. ये सब आपके लिए। പിന്നെ ആദ്യത്തെ ചോദ്യമില്ല, फिर पहला सवाल ये है ബ്രദർ കുളിക്കുന്നുണ്ടോ? क्या आप नहाएंगे? ചെന്നാൽ ഉടനെ നമ്മൾ കുളിക്കണം. जाते साथ അപ്പൊ പിന്നെ जाते साथ नहाना है। അപ്പൊ കുളിക്കുന്നു എന്ന് പറയുമ്പോൾ और जब कहते हैं कि हाँ नहाऊंगा, അടുത്ത ചോദ്യം, अगला सवाल ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ? गर्म पानी चाहिए या ठंडा അപ്പോൾ पानी? ചൂടുവെള്ളം ആയിക്കോട്ടെ. हाँ गर्म पानी ശരി, चाहिए। ചൂടുവെള്ളത്തിന്റെ സ്വിച്ച് ഇട്ടു, ചൂടുവെള്ളം. गर्म पानी का स्विच ऑन कर दिए, गर्म पानी। കുളിച്ച് ഇറങ്ങി വരുമ്പോൾ അടുത്ത ചോദ്യം, नहाकर बाहर आए तो अगला सवाल എന്നാ കുടിക്കുന്നത്? क्या पियोगे? കാപ്പി വേണം, ചായ വേണം? कॉफी चाहिए, चाय चाहिए? കാപ്പി ആയിക്കോട്ടെ. हाँ ठीक है कॉफी। അടുത്ത ചോദ്യം, अगला सवाल വിത്താണോ വിത്തൗട്ടാ? बिना चीनी चाहिए या चीनी के साथ चाहिए? ഇങ്ങനെ നമ്മളെ പരിചരിക്കാൻ മുമ്പിൽ ഇരിക്കുക. हाँ हमारी सेवा करने के लिए ऐसे आगे खड़े हुए हैं। ഞാൻ ഈ നെഞ്ച് കീറി ഒരു കാര്യം പറയാം. मैं अपने हृदय को चीर फाड़ कर एक बात ഞാൻ बताऊं। ഇവരുടെ സ്നേഹമൊക്കെ അനുഭവിച്ചിട്ട് बिल्कुल इन लोगों का प्रेम को अनुभव करने के बाद വൈകുന്നേരം ആവുമ്പോൾ മുണ്ടും ഇപ്പോഴെ പാന്റ് ഷർട്ട് കിട്ടുന്ന ഇവിടെ പൊതികൊണ്ടിട്ടതാ. മുണ്ടും കൊടുത്തിട്ടു. शाम को धोती और शर्ट, अभी पैंट पहना, धोती और शर्ट पहनकर ക്ലാസ്സിന്റെ മുമ്പിൽ പോയി मैं उस आईने के सामने खड़ा हो जाऊंगा। വയസ്സ് കുറെ ഉണ്ടെങ്കിൽ തന്നെ उम्र ज्यादा हो गया, ഇപ്പോഴും ചെറുപ്പമാണെന്നുള്ള ചിന്തയുടെ എന്റെ പോക്ക്. अभी भी मैं ऐसा चलता हूँ जैसे मैं जवान हूँ। ഞാൻ മുടിയൊക്കെ
ജോലി ചെയ്യും നിന്നിട്ട് अपने बाल को कंघी करके खड़ा ഉള്ള होगा। സഹോദരങ്ങളെ പറയുന്നു. जो हकीकत है वो बता रहा हूं। വേദപുസ്തകമൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അതിൽ നോക്കി എന്നോട് ചോദിക്കും, धर्मशास्त्र वगैरह पकड़कर मैं आईने में देखकर ऐसा पूछता हूँ, എടാ ഊവേ, ഇത് പിടിച്ചുകൊണ്ട് പോകാൻ നിനക്ക് എന്താണ് യോഗ്യത? अरे तू ऐसे सब पकड़कर जा रहा है, तेरे अंदर कौन सी നീ योग्यता है? അവഗണിക്കപ്പെട്ടവനും അനാദരിക്കപ്പെട്ടവനുമല്ലായിരുന്നു. तुझे तो कोई ध्यान नहीं देता था, तेरा तो अनादर होता था। നീ പ്രശംസിക്കുവാൻ ഒന്നുമില്ലാത്തവനല്ലായിരുന്നു. प्रशंसा के योग्य तो तेरे लिए कुछ भी नहीं थी। പ്രിയപ്പെട്ടവരെ, ഞാൻ ചന്തയിൽ കിടന്നവനായിരുന്നു. അവിടെ നിന്ന് അവൻ വിളിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. हाँ प्रियो, मैं बाजार में पड़ा हुआ था, वहां से प्रभु ने मुझे बुलाकर अलग किया। അവന്റെ വിളിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. उसके बुलाहट के लिए हम प्रभु को धन्यवाद दें। രണ്ടാമത് ഇവരെ കുറിച്ച് दूसरी बात उसके बारे में അതിന്റെ 6-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിക്കുന്നുണ്ട്. 6वीं आयत की आखिर में पढ़ते हैं, മിനക്കെട്ട് നിൽക്കുന്നതെന്ന്. तुम यहाँ बेकार क्यों खड़े हो? ഞങ്ങളുടെ കേരളത്തിൽ കോഴഞ്ചേരിക്കടുത്ത് മെനക്കേട് മുക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. कोरंजेरी के पास मैंने खेड़ मुख मतलब बेकार का जंक्शन ऐसा नाम है। എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യവുമില്ലാതെ നിൽക്കുക. बिना कोई लक्ष्य के कुछ लोग खड़े हैं। ചിലരങ്ങനെ പറയാറുണ്ട്. कुछ लोग ऐसा कहते ഇപ്പൊ हैं। നാട്ടുപുറങ്ങളിലൊക്കെ ആരെയും ജംഗ്ഷനിൽ പോയിട്ട് മടങ്ങി വരുമ്പോ हमारे इलाके में कुछ लोग चौक वगैरह में जाकर वापस आ जाते हैं। എവിടെ പോയതാ? कहाँ जाते हैं? ജംഗ്ഷനിൽ പോയതാ. चौक तक गया। എന്നെ क्यों, क्या हो गया? വെറുതെ പോയതാ. ऐसे ही गया, ഒരു ലക്ഷ്യവുമില്ല. कोई लक्ष्य അപ്പൊ नहीं। ഈ മിനക്കെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ तो ये बेकार खड़े रहने का ലക്ഷ്യമില്ലാത്തവരായി നിൽക്കുക. बिना कोई लक्ष्य के എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, मेरे भाई और बहनों, നമ്മൾ അവഗണിക്കപ്പെട്ടവരെന്ന് മാത്രമല്ല, हम लोग अनदेखे किए गए उतना ही नहीं, നമ്മൾ ലക്ഷ്യമില്ലാത്തവരായി. हम लोग बिना लक्ष्य ഈ के ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എവിടെ പോകുമെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു. संसार से उठाए जाने के बाद हम कहाँ आएंगे उसकी कोई गारंटी नहीं थी। ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവനായിരുന്നു. बिना लक्ष्य के समझ के हम आगे बढ़ रहे थे। അങ്ങനെയുള്ള നമ്മെയും അവൻ വിളിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തെ वो वैसा जो मैं था हम थे, हमें उसने बुलाया, उसकी स्तुति അവൻ करो। നമുക്ക് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും തന്നു. हम उसने हमारे जीवन में अर्थ दिया और हमारे जीवन में उसने लक्ष्य दिया। മൂന്നാമത് ഇവരെ കുറിച്ച് പറയുന്നത് 7-ാം വാക്യത്തിലാണ്. तीसरी बात इनके बारे में 7वीं आयत में बताया, അവിടെ എഴുതിയിരിക്കുന്നത് वहां पर लिखा है ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായതുകൊണ്ടത്രേ. 6वें अध्याय के आखिरी बात में हिंदी में किसी ने हमें मजदूरी पर नहीं लगाया। ഇവരെ സംബന്ധിച്ച് മൂന്നാമത് എന്താ പറയാനുള്ളത്? यहाँ पर इनके बारे में तीसरी बात क्या ഇവരെ है? ആർക്കും വേണ്ട. इनकी किसी की जरूरत ഒന്ന് नहीं। ചിന്തിച്ചു നോക്കിയാൽ स्मरण करें, ഒന്ന് അവഗണിക്കപ്പെട്ടവര്, एक तो अनदेखे किए हुए, രണ്ട് ലക്ഷ്യമില്ലാത്തവര്, दूसरा बिना कोई लक्ष्य के, മൂന്നാമത് ആർക്കും വേണ്ട. तीसरा ऐसे लोग जिसको किसी की जरूरत नहीं है। ഞാൻ അങ്ങനെ ആർക്കും വേണ്ടാത്തവര് തന്നെ. मैं भी वैसा ही था। ഞാൻ പിന്നെ ഒരു രഹസ്യം പറയുക. एक और रहस्य मैं बताना ഈ चाहता हूँ। ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ मैं जब भी बाइबल स्कूल वगैरह पढ़ता ഞാൻ था, നന്നായി പാടുമോനെ. मैं अच्छी तरह गाता ഇപ്പൊ था। നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും. अभी शायद आपको लगता होगा, आप आश्चर्यचकित होते ഞാൻ ഈ പാടപ്പുറത്ത് ചിരട്ടയിട്ട് ഒരുക്കുന്ന ശബ്ദം കൊണ്ട് എങ്ങനെ ഈ കൂടി പാടിയത്? ये खर आवाज आने वाले इस आवाज से कैसे ये गाया करता था। എന്നാ പ്രസംഗത്തിനൊക്കെ മുമ്പ് ഞാൻ ഒരുമാതിരി പാടുമോ? संदेश वगैरह देने के पहले मैं अच्छा गाया करता ഞാൻ था। ബൈബിൾ സ്കൂളിൽ ഒരു പാട്ടുകാരനാണ്. उस बाइबल स्कूल का एक गीतकार था। അപ്പൊ ഈ പരീക്ഷ നടക്കുമ്പോൾ ഞാൻ പാടാൻ പോവാൻ. और जब एग्जाम का समय आता था, उस समय में गाने जाता था। പരീക്ഷയ്ക്ക് മിക്കവാറും 10 കുറഞ്ഞ മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ. 10 से कम ही मुझे नंबर परीक्षा में അത് എന്നെ പഠിപ്പിച്ച അധ്യാപകർ പറയും ഇവനെ കൊണ്ട് വലിയ ഗുണം വരുമെന്ന് തോന്നുന്നില്ല. मुझे मेरे जो अध्यापक थे अक्सर कहा करते थे, ज्यादा कुछ फायदा इस आदमी से പക്ഷേ नहीं। ഇന്ന് രാത്രി